സ്പോർട്സ് സ്റ്റാർ ഏസസിൽ വോട്ട് ചെയ്യാൻ നമ്മളെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇത് വരും. ഓരോ കാറ്റഗറിയിൽ വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്പം സ്പോർട്സ് പേഴ്സൺ ഓഫ് ദി ഇയറിൽ വോട്ട് ചെയ്തു. പിന്നെ സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി ഇയർ ഫീമെയിൽ നിങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടമുള്ള അവർക്ക് വോട്ട് ചെയ്യാം. നാഷണൽ ടീം ഓഫ് ദി ഇയർ നിങ്ങൾ ആരാണ് ഡിസേർവിങ് കൊടുക്കുക, അവിടെ ഇന്ത്യൻ വുമൻസ് ആർച്ചറി ടീമിന് ഞാൻ കൊടുത്തു. പിന്നെ ക്ലബ് സ്റ്റേറ്റ് ടീം ഓഫ് ദി ഇയർ ഞാൻ 3 വർഷം IWL ചാമ്പ്യൻസ് ആയ ഗോകുലം കേരള വുമൻസ് ടീമിന് വോട്ട് കൊടുത്തു. മൊമെൻ്റ് ഓഫ് ദി ഇയർ അത് കാലുകൊണ്ട് ആർച്ചറിയിൽ സ്വർണ്ണം നേടിയ ആൾക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ താങ്ക്സ് ചെയ്യാൻ നമ്മൾ വോട്ട് ഇമെയിൽ അഡ്രസ്സ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്ലോസ് അമർത്തുക. ഇനി നിങ്ങൾക്ക് വീണ്ടും വോട്ട് ചെയ്യണമെങ്കിൽ ഈ ഗൂഗിൾ ക്രോമിൽ മേലെ ഒരു ഐറ്റം കാണാം, ഒരു ലോക്ക് ബട്ടൺ. ഈ ലോക്ക് ബട്ടൺ സ്പോർട്സ് ചാനൽ ലോക്ക് ബട്ടൺ അമർത്തിയാൽ ഇങ്ങനെ വരും, കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ. ഈ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്താൽ ഈ കുക്കീസ് ഡിലീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഒന്നും കൂടി ഓപ്ഷൻ ഡിലീറ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇവിടെ പ്രസ് ചെയ്ത് പേജ് റീഫ്രഷ് ചെയ്യാം. അപ്പം ഇങ്ങനെ ഗൂഗിൾ ഇതൊക്കെ ചോദിക്കും, അതൊക്കെ ക്ലോസ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് വോട്ട് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ഓരോ ഓപ്ഷൻസ് സ്പോർട്സ് സ്റ്റാർ ഓഫ് ദി വുമൻ ആരാണ് ഡിസർവിങ് അവർക്ക് കൊടുക്കാം. നാഷണൽ ടീം ഓഫ് ദി ഇയർ, പിന്നെ ക്ലബ് സ്റ്റേറ്റ് ഓഫ് ദി ടീം ഞാൻ വീണ്ടും നമ്മുടെ ഗോകുലം കേരള ടീമിന് വോട്ട് ചെയ്തു. മൊമെൻ്റ് ഓഫ് ദി ഇയർ ഇപ്രാവശ്യം ചേത്രിക്ക് കൊടുത്തു. താങ്ക് യു ഫോർ വോട്ടിംഗ് എന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്യാം. നമുക്ക് വീണ്ടും ഇനിയും വോട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും മേലെ ഇടത്തെ ഭാഗത്ത് ടോപ്പിലൊരു ലോക്ക് കണ്ടോ, ലോക്ക് ക്ലിക്ക് ചെയ്താൽ കുക്കീസ് ആൻഡ് സൈറ്റ് ഡാറ്റ വരും. അതിൽ വീണ്ടും ഈ ഡിലീറ്റ് ഓപ്ഷൻ അമർത്തുക, ഡിലീറ്റ് ചെയ്യുക, വീണ്ടും റീഫ്രഷ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം വരും.